ആര്യ രാജേന്ദ്രന്റെ ഭരണം വളരെ മോശമായിരുന്നു. അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ അവര് വിവരം അറിയും. ഇന്ന് ചിലപ്പോൾ അറിയാൻ പറ്റൂല, കുറച്ച് നാള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത് കണ്ടു തുടങ്ങും. ജനവിധിയാണ് ഇത് ശരിക്കും പറഞ്ഞത്. കാറ്റ് മാറി തുടങ്ങി. കോൺഗ്രസ് ജയിച്ച് വരട്ടെ എന്നാണ് ഞങ്ങൾക്ക്. രാജീവ് ഗാന്ധി വരട്ടെ എന്നാണ് ഏറ്റവും. രാജീവ് ഗാന്ധി ഒക്കെ മരിച്ചുപോയി. രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ. നേരെ അധികാരത്തിൽ ഇരുന്നിട്ട് നമുക്ക് വേണ്ടത്ര സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ട്, ആണായാലും പെണ്ണായാലും പ്രാഥമിക ആവശ്യമാണ് ബാത്റൂം സൗകര്യം, അതില്ല. ഈ വരുന്ന പൊതുജനങ്ങളെല്ലാം ഒരു ആരാധനാലയത്തിലോട്ട് തള്ളിവിടാൻ പറ്റുമോ? വേറൊരു കാസ്റ്റിന്റെ ജാതി പോയി ഇവര് ദൈവങ്ങളെ തൊട്ട് കളിക്കോ? ക്രിസ്ത്യൻസിന്റെ അടുത്ത് പോവോ? ഇല്ല. മുസ്ലിങ്ങളുടെ തൊട്ട് കളിക്കോ? എന്തുകൊണ്ട് ഹിന്ദുക്കളെ ഒരു വേട്ടയാടുന്നു? അത് UDF-നായിരിക്കും. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇവിടെ തന്നെ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അത് കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേരളം കണ്ടു. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കഴിഞ്ഞ മേയറുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച സമയത്ത് നമ്മൾ ഒരുപാട് ദുഃഖപ്പെടുകയാണ് ചെയ്യുന്നത്. ഓരോ സാധനങ്ങൾ വില കയറ്റും, എല്ലാം ഓരോ സാധനങ്ങൾക്ക് വില കൂടി, തേങ്ങയ്ക്ക് വില കൂടി, എണ്ണയ്ക്ക് വില കൂടി. അപ്പൊ അടുത്ത ഭരണം വന്ന് നോക്കിട്ട് നല്ലൊരു മേയർ ഉള്ളതുകൊണ്ടാണ് 120 റെയിൽവേ സ്റ്റേഷനാണ് 2025 പുനർനിർമ്മിച്ചത്. പിന്നെ മുനമ്പത്തെ ജനതയുടെ വിഷയങ്ങൾ, പിന്നെ ഒരുപാട് മാറ്റങ്ങൾ. ഈ BJP ഇവിടെ ഭരണത്തിൽ വരാതെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വന്നു കഴിയുമ്പോൾ ഇതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം മോഡിയുടെ ഭരണം, കേരളത്തിലെ മോഡിയുടെ ഭരണം നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്നു. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുകയാണെങ്കിൽ ഏത് പാർട്ടിയും നല്ല പാർട്ടിയാണ്. தமிழ்நாட்டில் BJP அண்ணாமலை நல்லா பண்ணிட்டு இருக்காரு. அண்ணாமலை எப்படி இருக்கு? நல்லா இருக்கு. அப்பதான் இவங்க ரெண்டு பேரும் கொள்ளையடிச்சது போதும். அடுத்து புதுசா ஒரு ஆளை எதிர்பார்க்கிறோம், வரும்னு நினைக்கிறோம். തിരുവനന്തപുരത്തിന്റെ മേയർ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ സമ്മാനിച്ചതാണ് തിരുവനന്തപുരം, ആര്യ രാജേന്ദ്രൻ. അതാണ് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും നഷ്ടം. ഇപ്പൊ ഇത്രയും വരാൻ കാരണം ആ കൊച്ചിനെ പിടിച്ചു വന്നു, അറിഞ്ഞിടാത്ത കൊച്ചിനെ പിടിച്ചാക്കിയതായിട്ട് എനിക്ക് തോന്നി. ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു വോട്ട് വിടാൻ പോയിട്ടില്ല പിണറായി വിജയന്. ഒരു കാരണം കഷ്ടകാലത്തിന് നമ്മൾ പോയാലേ മറ്റൊരു പാർട്ടിക്ക് ഇടാൻ തോന്നില്ല. LDF-ന്റെ ദുർഭരണത്തിന് കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധതയുള്ള ജനങ്ങൾ തൂത്തെറിഞ്ഞു. നമസ്തേ. അനന്തപുരിയിൽ ശ്രീപത്മനാഭന്റെ മണ്ണിൽ ഇനി താമരക്കാലമാണ്. അതെ, മാറാത്തത് മാറുമെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് BJP-യെ ആദ്യമായി കേരളത്തിലെ ഒരു കോർപ്പറേഷനിലേക്ക്, ഭരണത്തിലേക്ക് എത്തിച്ച തിരുവനന്തപുരത്തുകാർക്ക് ഈ മാറ്റത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. നേരെ അധികാരത്തിൽ ഇരുന്നിട്ട് നമുക്ക് വേണ്ടത്ര സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സ്ത്രീ ആയിരുന്നിട്ടും സ്ത്രീകൾക്കുള്ള പരിഗണന ലഭിച്ചില്ല. സ്ത്രീകൾക്കുള്ള പരിഗണനയൊന്നുമില്ല. ഇത് ആയിരക്കണക്കിന് ജനങ്ങൾ വന്നു പോണ ഒരു സിറ്റിയാണ് തിരുവനന്തപുരം. ഇവിടെ ഒരു 4-5 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന പബ്ലിക് ടോയ്ലറ്റ് പണി ചെയ്യാൻ വേണ്ടി അവർ പൊളിച്ചു മാറ്റി. എന്നിട്ട് ഇവിടെ ഒരു ബാത്റൂം പോലും കെട്ടിയിട്ടില്ല. ഒരു ദിവസം നമ്മളൊരു 9 മണിക്ക് വന്ന് കട തുറന്നു കഴിഞ്ഞാൽ രാത്രി 7:30 അടയ്ക്കുന്നതിന് മുമ്പ് 100 കണക്കിന് ആളുകൾ വന്ന് ടോയ്ലറ്റ് എവിടെ, ആണായാലും പെണ്ണായാലും പ്രാഥമിക ആവശ്യമാണ് ബാത്റൂം സൗകര്യം, അതില്ല. നമ്മൾ പറഞ്ഞു കൊടുത്ത് അവസാനം നമുക്ക് മടുക്കും. അത്രത്തോളം ആളുകൾ വന്ന് മോളെ ഇവിടെയെങ്കിലും ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ മറുപടി പറയാൻ മടിച്ച് മിണ്ടാതെ നിന്നാൽ നിങ്ങളൊന്നും മനുഷ്യരല്ലേ, നിങ്ങളൊന്നും പോകാത്തവരാണ്. ശരിക്കും സങ്കടം വരും, ദയനീയമായ അവസ്ഥ. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടിൻ്റെ ഇടതുവശത്ത് ടോയ്ലറ്റ് ഉണ്ട്, അത് അമ്പലത്തിൽ വരുന്നവർക്കുള്ളതാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടും. ഈ വരുന്ന പൊതുജനങ്ങളെല്ലാം ഒരു ആരാധനാലയത്തിലോട്ട് തള്ളിവിടാൻ പറ്റുമോ? ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആരാധനാലയം. അത് പാവമാണ് ശരിക്കും ചെയ്യുന്നത്. അങ്ങോട്ടൊന്നും പറഞ്ഞു വിടാൻ പറ്റില്ല. ഈ ലൊക്കാലിറ്റിയിലൊന്നും ഇല്ല ടോയ്ലറ്റ്. ആര്യ രാജേന്ദ്രന്റെ ഭരണം വളരെ മോശമായിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് ജയിച്ച് വരട്ടെ എന്നാണ് ഞങ്ങൾക്ക്. രാജീവ് ഗാന്ധി വരട്ടെ എന്നാണ് ഏറ്റവും. രാജീവ് ഗാന്ധി ഒക്കെ മരിച്ചുപോയി. രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ. അത് കോൺഗ്രസ് വരട്ടെ. ചെന്നിത്തലയുണ്ട്, രമേശുണ്ട്, ബാക്കി ശിവകുമാറുണ്ട്. എന്നാലും രാഹുൽ മാങ്ങത്തില്ല, ആവശ്യമില്ല. എത്ര വർഷമായ കേസാണത്? എത്ര വർഷമൊന്നും ഇപ്പോഴാണ് വന്ന ഒരു പെൺകുട്ടി, അമ്മ ഒരു സ്ത്രീയല്ലേ? സ്ത്രീ തന്നെ മക്കളെ. അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതൊക്കെ തെറ്റായിരിക്കാം. നമുക്ക് കോൺഗ്രസിനോടാണ് ഏറ്റവും ഉത്തമം. ഹായ്, തിരുവനന്തപുരത്തുള്ളവരാണോ? Are you guys from Kerala? No, we are from Maharashtra, Pune. Maharashtra, Pune. Okay. How was the ruling over there? Great, it's nice. As a younger generation, how do you see that? There's a good reformation happening in Maharashtra right now, so it's great. Okay, like how was Kerala then? It's nice. We are tourists here. You like the place? Yeah, of course. We loved it. Okay, thank you. Thank you. രണ്ടു പാർട്ടിക്കാരും ഭരിച്ചില്ല, ഇനി ഇവരും കൂടെ ഭരിച്ചു നോക്കട്ടെ. കഴിഞ്ഞ പാർട്ടികളുടെ ഭരണങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ?
ഒരു ഭരിക്കട്ടെ, അപ്പോഴറിയാലോ മലയാളികൾ മാറോ ഇല്ലേ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റത്തില്ല. ചിലവ് മാറി എന്നാലോ, അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല. ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് കോർപ്പറേഷനിൽ. പ്രതീക്ഷയുണ്ടോ BJP-യില്? പ്രതീക്ഷയില്ല. ഇപ്പം എല്ലായിടത്തും BJP ആണ് മുന്നിട്ട് നിൽക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചതാണ്. നേരത്തെ തന്നെ വേണ്ടതായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഇപ്പൊ നടന്നു. അത് നമ്മുടെ ഇത് സന്തോഷം. സന്തോഷം. ഇവരെ അഹങ്കാരവും അഹങ്കാരം. അപ്പൊ അതിനുള്ള ഒരു തിരിച്ചടിയല്ലേ അത് ഗവൺമെന്റിൽ വരും, ഗവൺമെന്റിന് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണോ? അത് വരും. BJP അധികാരത്തിൽ വരുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഭൂരിപക്ഷം കയറി വരും. മാറ്റം ഇനിയുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇനിയാണ് മാറ്റം, ഇനി മാറണം, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇത് വേറെ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. ആ ഭരണം ഞാൻ പറയണേക്കാളും ജനങ്ങൾക്ക് എല്ലാവരും പേർക്കും നല്ലപോലെ അറിയാം. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മളെ പോലെ ഉള്ളവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അത്രേ ഉള്ളൂ. ഒരു കടയിൽ കയറിയ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർ പറയുന്ന പൈസ, അതിനൊന്നും ഒരു നിയമമില്ല. സാധാരണക്കാരെ എവിടെയെങ്കിലും കച്ചവടം ചെയ്യുന്നോ ആട്ടോ ഓടുന്നോ അതിലെന്താണ് വീഴ്ച വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല, അത് വേറെ ഒന്നുമില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ സമ്മാനിച്ച സ്ഥലമാണ് തിരുവനന്തപുരം. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? മോശമായ രീതിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ. അതിന്റെ ഒരു പ്രതിഫലനമാണോ ഈ റിസൾട്ട്? ആയിരിക്കണം. ആര് ജയിച്ചാലും ജനങ്ങൾക്ക് നല്ലത് വരണം. പ്രതീക്ഷയുണ്ടോ BJP? പ്രതീക്ഷ ഉണ്ട്. സന്തോഷമാണ് അപ്പൊ BJP ജയിച്ചതില്. അതെ, സന്തോഷം. അത് കേന്ദ്രത്തില് നമ്മുടെ അവരുടെ ആളിരിക്കണോണ്ട് ഇപ്പം മാറ്റം സംഭവിക്കൂ. കാരണം അവര് കേന്ദ്രത്തിൽ ഇരിക്കണല്ലേ, അപ്പൊ അവരെ പിൻഗാമികൾക്ക് മസ്റ്റ് സഹായം ചെയ്യും. നോക്കട്ടെ, അവരുടെ കൊള്ളായിരിക്കും, നല്ലതായിരിക്കും. കഴിഞ്ഞ മേയറുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? മേയർ എന്റെ വാർഡിലുള്ളതാണ്, എന്റെ വാർഡിലുള്ളതാണ് മേയർ. ചേട്ടനൊക്കെ കൂടിയാണോ ജയിപ്പിച്ചത്? അവരോ മുമ്പേ അത് തന്നെയാണ്, എന്റെ കൂട്ടുകാരന്റെ മോളാണ്. ഓ, അപ്പൊ അന്ന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു. ഇപ്പം പിന്നെ ഇപ്പോഴും അവിടെ CPM ആണ് ജയിച്ചിട്ടുള്ളത്. അത് നല്ലൊരു തുടക്കമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയയുള്ള തലസ്ഥാനം, തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനം, അവിടെ ഒരു മാറ്റം സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാലോ ജനങ്ങൾ തിരിച്ചങ്ങോട്ട് ചെയ്യുള്ളൂ. അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അവര് മാറിപ്പോണത്. അത് ജനാധിപത്യം, ജനവിധിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു അറിയാം ശബരിമലയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, നിങ്ങൾ സ്വാമിമാരാണ്, അപ്പൊ അവിടെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭയങ്കര രോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കൊടുങ്ങല്ലൂരിന്ന് വരുന്നതാണ്. ഞങ്ങൾ എല്ലാവരും 45 അല്ലെങ്കിൽ 49, 55 ഒക്കെ ദിവസം നിരന്തരമായിട്ട് അത് വെളുപ്പിന് 3 മണിക്ക് എണീറ്റിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളുടെ ഭാര്യമാരും ഒക്കെ 2 പ്രാവശ്യം പുറത്തു പോയി വേറെ വീട്ടിൽ താമസിക്കേണ്ട ഗതികേടും അങ്ങനെ ചിട്ടയായിട്ട് നല്ലൊരു അത് ഒറ്റപ്പായിൽ കിടക്കുള്ളൂ. ശനി ബുധൻ ഞങ്ങൾ ഒരിക്കലെടുക്കും. എല്ലാവരും കൂട്ടശരംവിളി 2 നേരം ഒരു അമ്പലത്തിൽ. അപ്പൊ അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് വരുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് ഭഗവാനെ കാണാനും അധികാരം ഇത്രയും വർഷങ്ങളായിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പൊ അതിനെതിരായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അമർഷമുണ്ട്. ഞങ്ങൾക്ക് അതിന് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടണില്ല. അവിടെ ശബരിമലയിൽ ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും അല്ലെങ്കിൽ പ്രാഥമിക കാര്യങ്ങൾ നമുക്ക് നോക്കാനും വെള്ളം പോലും നമുക്ക് ശരിയായ രീതിയിൽ കിട്ടണില്ല. ശരിക്കും ഒരു വർഷം കൊണ്ട് എത്രയോ കോടികൾ വരുന്നതാണ്. നമ്മളെ സ്വാമിമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഭരിക്കുന്ന അവരോടും ഇനി വരാൻ പോകുന്ന ഭരണ ഇതിൽ ഞങ്ങൾക്ക് കൈകൂപ്പി പറയാണ് സ്വാമിമാർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലതായിട്ട് ചെയ്യാൻ. ഇപ്പൊ നമുക്കറിയാം അയ്യപ്പനെ തൊട്ട് കളിച്ചപ്പോഴൊക്കെ കൃത്യമായി മറുപടികൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അതിപതനവും അതിന്റെ ഭാഗം തന്നെയാണ്. യാതൊരുവിധ ഇതും വേണ്ട, അത് തന്നെയാണ്, അത് ഉറപ്പാണ്. അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ അവര് വിവരം അറിയും. ഇന്ന് ചിലപ്പോൾ അറിയാൻ പറ്റൂല, കുറച്ച് നാള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇതുകൾ കണ്ടു തുടങ്ങും. അത് ഉറപ്പാണ്. ഇനിയും കളിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത് അത് തന്നെയാണ്. കളിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത് അതാണ്. അയ്യപ്പനെ തൊട്ട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കാം. മറ്റേ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച സമയത്ത് നമ്മൾ ഒരുപാട് ദുഃഖപ്പെടുകയാണ് ചെയ്യണത്. ഓരോ സാധനങ്ങൾ വിലക്കയറ്റവും എല്ലാം. അതുകൊണ്ട് ഇനി ഇവര് കുറച്ച് നാൾ ഭരിച്ചു നോക്കട്ടെ മക്കളെ. നമുക്ക് സാധനങ്ങൾ നമുക്ക് നിവർത്തി കഴിയാൻ നിവർത്തി ഇല്ലാത്തവരാണ്. അത് എവിടെ നിന്ന് 10 സാധനം വില കുറച്ച് കിട്ടും അവിടെ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിരിക്കണവരാണ്. അതുപോലെ തന്നെ നമ്മൾ വഴിയിലിരുന്ന് കച്ചവടം ചെയ്യണവരാണ്. അപ്പൊ നമുക്ക് അതൊക്കെ എല്ലാ സൗകര്യങ്ങളും നോക്കി വേണം ചെയ്യണം. അവര് ജയിച്ച് അവരെ ഭരണം കൂടെ നോക്കട്ടെ മക്കളെ. പാവപ്പെട്ട സാധുക്കളെ നമ്മൾ ജീവിക്കണ്ടേ. കഴിഞ്ഞ ഭരണങ്ങൾ എങ്ങനെയായിരുന്നു ചേച്ചി? അതാണ് പറഞ്ഞത്. കഴിഞ്ഞ ഭരണമാണ് ഗ്യാസിന് വില കൂടി, ബസ്സിന് വില കൂടി, ഓരോ സാധനങ്ങൾക്ക് വില കൂടി, തേങ്ങയ്ക്ക് വില കൂടി, എണ്ണയ്ക്ക് വില കൂടി. അപ്പൊ അടുത്ത ഭരണം വന്ന് നോക്കട്ടെ. തിരുവനന്തപുരം മാറുമെന്ന് വിചാരിക്കാം. 10-25 വർഷം കൊണ്ട് ഭരിച്ച് മുടിച്ച് ഇവിടെ ആൾക്കാരൊക്കെ വെളിയിറങ്ങാൻ വയ്യാത്ത രീതിയിലായി. ഇപ്പൊ BJP ആണ് ഒരു കേരളത്തിലൊരു മാറ്റം വേണ്ടേ. എല്ലായിടത്തും മാറണം, ഇവിടെ മാറണം. നമുക്കറിയാം തലസ്ഥാനം മാറണം, മൊത്തം മാറണം. വികസനം വരണമെങ്കിൽ BJP വന്നേ പറ്റൂ. അല്ല വേറെ ഒന്നും വന്നിട്ടില്ല. ഇവരൊക്കെ പൈസ മോട്ടിക്കാൻ വേണ്ടി ജീവിച്ചവരാ. അവരത് ശബരിമലയിലൊക്കെ നടന്ന കൊള്ള നമ്മൾ കണ്ടതാണ്.
ശബരിമല മാത്രമാണ് അവിടെ സ്വർണ്ണക്കടത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊതു ഇവിടെ സർക്കാർ വരെ ഭൂമി പതിച്ചു കൊടുത്തേക്കുമല്ലോ. ഞാൻ 10-19 കടക്കാർ ചായക്കട വയ്ക്കാനും അതിനും ഇതിനുമൊക്കെ. ഇത് അമ്പലത്തിന്റെ ഇത് പഴവങ്ങാടി ഗണപതിന്റെ ലോക പ്രസിദ്ധമായ അമ്പലമാണ്. അത് അമ്പലത്തിന് കൊടുക്കാതെ അതിന്റെ പൈസ മേടിച്ചുകൊണ്ട് അവരത് ചെയ്തേക്കും. അതിന് ലക്ഷക്കണക്കിന് രൂപയാണ് അവർ കൈക്കൂലി എടുത്തത്. എല്ലാ വിശ്വാസികളെയും ദ്രോഹിക്കുന്ന നയങ്ങളാണല്ലോ. അതിനെ പ്രത്യേകിച്ച് പറയണ്ടല്ലേ, അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ കണ്ടില്ലേ. ഇപ്പൊ ഒരു കോർപ്പറേഷനും ഇല്ല, എല്ലാം തീർന്നു. ഇതോട് അടുത്ത നിയമസഭ അവനും തീരും. മേയർ നല്ല അടിപൊളി മേയർ വരും. മിക്കവാറും ഒരു വനിതാ മേയർ. ആര്യ രാജേന്ദ്രൻ അതെന്തിന് വെറുതെ പറഞ്ഞ് നമ്മൾ വാഴുകയാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ 50 സീറ്റിലും BJP ജയിച്ചത്. നല്ലൊരു മേയർ ഉള്ളതുകൊണ്ടാണ് 50 സീറ്റിൽ ഇപ്പം BJP ജയിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ ഒരു മേയർ നല്ലൊരു മേയറാണെങ്കിൽ ഒരു മേയർ നിലനിർത്തി കൊണ്ട് ഇലക്ഷൻ ഒരു സ്ഥലത്ത് ഒരു പ്രചാരണത്തിൽ പോയിട്ടില്ല. കാരണം വെളിയിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ പ്രവർത്തനങ്ങൾ. എന്നുവെച്ചാൽ 30 വർഷമായ നമുക്കിവിടെ സീറ്റില്ല. ഇന്നലത്തേക്ക് ഇന്ന് വന്ന കടക്കാരന്മാർക്ക് കട വെച്ചിട്ട് ഇറച്ചിക്കടയ്ക്കും ചായക്കടയ്ക്കും ഹോട്ടലിലേക്കും വേണ്ടി ഇവിടെ കട വെച്ചു പോകേണ്ടത്. 10 പാർട്ടിക്കാർ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് പാർട്ടിക്കാർ ചെയ്തത് രഹസ്യമായിട്ട്. അങ്ങോട്ട് പറയും മാറിക്കൊടുക്കുക അവർ വയ്ക്കിട്ടെന്ന് പറയും. സർക്കാർ പുറംപോക്ക് ഭൂമിയാണിത്. സർക്കാർ ഭൂമിയോലുമില്ല, അവർ സർക്കാർ നമ്പർ പതിച്ച് കൊടുത്തതാണ്. ഇതിന്റെ മീതെ കൂടെ ഓടയുണ്ട്. ഓടയുടെ പുറത്താണ് അവർ കട വെച്ചിരുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ട് ഒരു അറമ്പാതവും ഇല്ല. അവര് പണം വാരി ഇറക്കണം. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? മാറ്റം ഉണ്ടാകും. ഒരു പുതിയ ജനറേഷൻ എന്ന നിലയ്ക്ക് നമ്മൾ ഇപ്പോഴത്തെ BJPയുടെ ആശയങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രാജീവ് ജി ആണെങ്കിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ ഒരു യങ്സ്റ്റർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ BJPയുടെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ തന്നെ 120 റെയിൽവേ സ്റ്റേഷനാണ് 2025 പുനർനിർമ്മിച്ചത്. പിന്നെ മുനമ്പത്തെ ജനതയുടെ വിഷയങ്ങൾ, പിന്നെ ഒരുപാട് മാറ്റങ്ങൾ BJPയുടെ ഭരണത്തിൽ വരാതെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വന്നു കഴിയുമ്പോൾ ഇതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ ഭരണങ്ങൾ എങ്ങനെയാണ്? തിരുവനന്തപുരത്തുകാരനാണോ? അല്ല, ഞാൻ കൊല്ലംകാരനാണ്. അപ്പോ ഇപ്പൊ ഈ തിരുവനന്തപുരത്ത് ഉണ്ടാവുന്ന ഒരു തുടക്കം മാത്രമായി നമുക്ക് കാണാൻ പറ്റും. ഇനി ഭാവിയിൽ ഇപ്പൊ കൊല്ലത്തൊക്കെ വലിയ രീതിയിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പില്. എന്റെ തലത്തിൽ തന്നെ 6 ജയിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല മാറ്റത്തിന്റെ തുടക്കമാവട്ടെ അല്ലെ? തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ നല്ലതല്ലേ. എപ്പോഴും സെയിം പാറ്റേൺ അല്ലേ വരുന്നത്. അതിൽ നിന്നൊരു ചേഞ്ച് എന്തെങ്കിലും വരുമോ നമുക്ക് അറിയണ്ടേ. അപ്പൊ വരുന്നത് നല്ലതെന്ന് തോന്നുന്നു. വികസനം ഉണ്ടാവും തീർച്ചയായിട്ടും. കേന്ദ്രത്തിന്റെ ഒരു കിട്ടും, അതനുസരിച്ചുള്ള വികസനവും മാറ്റവും പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം കേരളത്തില് BJP വരില്ല എന്ന് ഒരുപാട് കാലം ഇവിടെ ആൾക്കാർ പറഞ്ഞു നടന്നിരുന്നു. ജനങ്ങളുടെ ചിന്താഗതി മാറി തുടങ്ങിയിരിക്കുന്നു. കാറ്റ് മാറി തുടങ്ങി. അത് ആൾക്കാർക്ക് അതിന്റെ ബോധം വന്നു തുടങ്ങി എന്നുള്ളതാണോ? അത് പാർലമെന്റിലെ രാജീവ് ചന്ദ്രശേഖരൻ നേടിയില്ലേ, അപ്പൊ അതിന്റെ ഇതായിരിക്കും അവർ ആ രീതിയിൽ കാണുന്നത്. അപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് UDF പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇവിടെ തന്നെ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അത് കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേരളം കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമുള്ളതല്ല. അവിടെ ജനത്തിന് ആവശ്യം ഇന്ന് ജീവിക്കാനുള്ള മാർഗ്ഗം ഒരാളിനെ ജീവിക്കാനുള്ള അവസരം ഇപ്പം ഇല്ലാതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുമ്പോൾ ഓരോ സാധനത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം എങ്ങനെയുണ്ടായിരുന്നു? ഭരണം മാറ്റങ്ങളൊന്നുമില്ല, അതിനകത്ത് ഓട്ടങ്ങളേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു 21 വയസ്സുകാരിയായ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ? അവരുടെ ധിക്കാരപരമായ പെരുമാറ്റം ജനങ്ങള് കണ്ടു തുടങ്ങി. അതിന്റെ ലാസ്റ്റ് ഉദാഹരണമാണ് കേസ് വേറൊരാളുടെ തല വെച്ച് കൊടുത്തത്. SRTC ബസ്സുമായി ബന്ധപ്പെട്ട വിഷയം അതൊന്നുമല്ല, വേറെയും കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഓരോ സമയത്ത് ജനങ്ങൾ അത് കിട്ടുന്നുണ്ട്. ചേട്ടൻ എന്താ പറയാനുള്ളത്? ഈ ശബരിമല വിഷയം നിൽക്കുന്നുണ്ട്, ഒരു വലിയ വിഷയമായിരുന്നു. അതാണ് ഇത്രയും ഒരു മേൽക്കൈ അവർക്ക് ഉണ്ടായത്. ഇനിയിപ്പോ BJP വന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. അതായത് ഡൽഹിയില് മറ്റേ ബോംബെയില് ഒക്കെ പോലെ ഒരു മെട്രോ സിറ്റി ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുറെ കൂടെ ഗവൺമെന്റിന്റെ ഒരു അനുമതി കൊണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതിയും ആ ഫണ്ടിന്റെ പ്രവർത്തനവും എല്ലാം കൂടെ കൊണ്ടൊരു പൊതുവായിട്ടൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് എന്താ അഭിപ്രായം? അദ്ദേഹം നല്ലൊരു നേതാവാണ്. അദ്ദേഹം വന്നതിന് ശേഷം ഇമേജ് ഉണ്ടായത് പാർട്ടിക്ക് കുറെ കൂടെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് BJPയുടെ ഇപ്രാവശ്യത്തെ ടാഗ്ലൈൻ ഒന്നും മാറാത്തത് മാറും, അത് മാറ്റി കാണിച്ചു തരികയും ചെയ്തു. മാറ്റും 10 സീറ്റെങ്കിലും കിട്ടും അസംബ്ലിയില്. ആ പ്രതീക്ഷയിലാണ് 10 സീറ്റ് കിട്ടും. ഓക്കെ, ഉറപ്പാണ്. പ്രധാന കാരണം കാലം ചെല്ലുമ്പോൾ എല്ലാ മേഖലകളിലും ഒരു മാറ്റം വരുമല്ലോ.
ജനങ്ങളങ്ങ് മാറി ചിന്തിക്കും, അങ്ങനെ ഉണ്ടാവുന്നതാണ്. BJP ഭരണത്ത് വരണമെന്ന് തന്നെ നമ്മുടെ ആഗ്രഹം. വന്നല്ലോ. ഇനി എന്തൊക്കെ മാറ്റങ്ങളാ പ്രതീക്ഷിക്കുന്നത്? നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം തെരഞ്ഞെടുപ്പിലൊക്കെ BJP വലിയൊരു ശക്തിയായി മാറി. തീർച്ചയായിട്ടും. അതിന്റെയൊക്കെ ഒരു മെയിൻ കാരണം എന്തായിരിക്കും അമ്മ? കാരണം മോഡിയുടെ ഭരണം, കേന്ദ്രത്തിലെ മോഡിയുടെ ഭരണം നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുകയാണെങ്കിൽ ഏത് പാർട്ടിയും നല്ല പാർട്ടിയാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തില് ഇടതും വലുതും മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. BJP ഇതുവരെ ഒരു ചിത്രത്തിൽ ഉണ്ടാവാതിരുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് കാലങ്ങളായി ചിത്രത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്ത് കണ്ടിട്ടായിരിക്കും? മലയാളികൾ എപ്പോഴും പറയാറുണ്ട് ഇതൊന്നും മാറില്ല, കേരളത്തിൽ BJP വളരില്ലെന്നൊക്കെ വലിയ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് മാറി. അത് എന്തുകൊണ്ടായിരിക്കും മാറിണ്ടാവുക? എന്താന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് ഓരോ കാഴ്ചപ്പാടാണല്ലോ. ജനങ്ങൾക്ക് കാഴ്ചപ്പാടാണ്, നല്ലത് വരട്ടെ എന്നായിരിക്കാം. അപ്പൊ BJPയുടെ കേന്ദ്രത്തിലുള്ള വികസനങ്ങള് മലയാളികളെ ആകർഷിച്ചിട്ടുണ്ട്. അതെ, പല പല പദ്ധതികൾ. ചിലപ്പോ ആ ഒരു പദ്ധതികൾ ഇങ്ങോട്ട് വന്ന് കേരളം ഒന്നുകൂടെ മാറ്റം വരുത്തും എന്നുള്ള പ്രതീക്ഷയായിരിക്കാം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അതായിരിക്കും തിരുവനന്തപുരത്തിലെ മാറ്റം. സന്തോഷം. മാറ്റങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. മാറ്റങ്ങൾ വരണം എന്നാണ് പറയേണ്ടത്. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഭരണത്തെ എങ്ങനെയാ ചേട്ടാ നോക്കി കാണുന്നത് തിരുവനന്തപുരത്ത്? ശരിയായില്ല. ഇവര് ശരിയാക്കുന്നാണ് തോന്നുന്നത്, കണ്ടറിയാം. ഇപ്പൊ മോദിജി നമുക്കറിയാം കേന്ദ്രത്തിൽ ചെയ്യുന്ന പദ്ധതികള് പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രതിഫലനം നമ്മുടെ നാട്ടിലൂടെ വരണം എന്നുള്ള ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും വരും. കേന്ദ്രം അവരല്ലേ ഭരിക്കണേ, വരാതിരിക്കോ? ഇവര് ചോദിക്കണ താമസം ഉടൻ കൊടുക്കും. ഇനിയിപ്പോ പഴയ 5 വർഷം കഴിയുമ്പോ പഴയ തിരുവനന്തപുരം ആവില്ല. പറയാക്കില്ല, പ്രവൃത്തി കണ്ടറിയാം. BJP ഭരണത്തെ പറ്റി എന്താണ് അഭിപ്രായം? തമിഴ്നാട്ടിൽ BJP அண்ணாமலை நல்லா பண்ணிட்டு இருக்காரு. அண்ணாமலை எப்படி இருக்கு? நல்லா இருக்காரு. அவர் தலைமையில நாங்க BJP ஆள் உண்டு. இளைஞர்கள் கூட அவருக்கு நல்லா ஒரு சப்போர்ட் பண்ணுவோம். லைக் தமிழ்நாட்டுல ஒரு சேஞ்ச் வருமா? கண்டிப்பா இந்த வட்டம் வரும். இந்த தவணை வரும். கண்டிப்பா வரும். அது நாங்க எதிர்பார்க்கிறோம், இளைஞர்கள் எல்லாம் எதிர்பார்க்கிறோம். ஏன் சேஞ்ச் வேணும்னு நினைக்கிறீங்க? இவங்க ரெண்டு பேரும் வேண்டாம், ஏடிஎம் டிஎம் கிட்ட மூணாவது ஆள் ஒரு ஆள் வரணும்னு நாங்க எதிர்பார்க்கிறோம். அப்பதான் இவங்க ரெண்டு பேரும் கொள்ளையடிச்சது போதும், அடுத்து புதுசா ஒரு ஆளை எதிர்பார்க்கிறோம். வரும்னு நினைக்கிறோம். വരും, இந்த വട്ടം വരും. ആര്യ രാജേന്ദ്രൻ മേയറായി. അയ്യോ നമുക്ക് അടികൊള്ളാൻ അതെന്താ അവരെ കുറിച്ച് പറഞ്ഞാൽ അടി കിട്ടുന്നാണോ ചേച്ചി? വിമലയിൽ ഇത്രയും കൊള്ള ചെയ്യേണ്ട കാര്യമില്ല. ദൈവമല്ലേ, ദൈവത്തിന്റെ മുതല്. കാരണം അവരോരോ കുടുംബം കൊള്ളാന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ജോലി ചെയ്താൽ നമ്മൾ വയറും, അത്രേ ഉള്ളു. സന്തോഷമുണ്ട്. BJP വരണമെന്ന് ആഗ്രഹമുണ്ട്. വന്ന മാറ്റങ്ങൾ വരുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു പ്രതീക്ഷ ഉണ്ട്, മാറ്റങ്ങൾ വരും എന്നാണ് പ്രതീക്ഷ. ഇനി എങ്ങനെ നമുക്ക് അറിയില്ല. BJP വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നത്? അല്ല, ഇപ്പോഴത്തെ ഭരണം ശരിയല്ലല്ലോ. ഭരണം ഭയങ്കര പ്രശ്നമാണ്. മോദിജിയെ കുറിച്ച് എന്താ അഭിപ്രായം? മോദിജി നല്ല മനുഷ്യനാണ്, അത്രേ പറയാൻ പറ്റൂ. അദ്ദേഹം നല്ലത് കൊണ്ടുവരുമെന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം പാർട്ടി പറഞ്ഞാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ പിണറായി കയറി അന്ന് പോലും എല്ലാം മാറി. അതെന്താണ് കമ്മ്യൂണിസ്റ്റ് ഇവർ പരിഗണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലടാ. നമ്മളൊക്കെ കേട്ടോ, എൻ്റെ അച്ഛൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ ഇതിപ്പോ കഷ്ടപ്പാടല്ലേ. ഇവര് പട്ടിണി ആൾക്കാരുണ്ടെന്ന് ഇല്ലാന്ന് പറയുന്നു, അത് സത്യമാണോ? ഒരിക്കലും അല്ല. എൻ്റെ ഈ സ്ഥാപനത്തില് ഒരു 7-8 വർഷം കൊണ്ട് നിൽക്കുന്ന ഈ കുട്ടികള് റേഷൻ കാർഡ് പോലെ ഇപ്പോഴാണ് അവരുടെ റേഷൻ കാർഡ് ഇട്ട് ഒരു വാടക കൊടുക്കാൻ നിവർത്തിയില്ലാതെ അവര് പട്ടിണി കിടക്കുന്നതാ. ഈ കുട്ടിയൊക്കെ എക്സാമ്പിളാണ്. ഞാൻ ആരുടെ അടുത്ത് പോയി പരാതിപ്പെടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് സഹായിക്കാനില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കും. പക്ഷെ അത്രയും അതുകൊണ്ട് ഇവർ പട്ടിണി ഇല്ല എന്ന് പറയണത് ഈ ഇപ്പൊ പഞ്ചായത്തിൽ തന്നെ ഇവർ വരുന്നു. എൻ്റെ അറിവിൽ വെച്ച് പറയുന്നത് എനിക്കറിയില്ല. ഇവർ തന്നെ പഞ്ചായത്ത് അംഗങ്ങളെ അവരുടെ ഇതിലുള്ള ആൾക്കാരെ നോക്കുമ്പോൾ അറിയാം എത്ര പേര് പാവങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം ഈ നിന്ന കൗൺസിലർമാർ ഇവിടെ എനിക്ക് പലരെ അറിയാം. ബ്രാഹ്മിൻസ് 2-3 വീടുള്ളവർക്ക് വീട് കൊടുത്തേക്കുന്നു, വസ്തു കൊടുത്തേക്കുന്നു. എന്തടിസ്ഥാനത്തിൽ കൊടുത്ത്? അവരുടെ വെയിറ്റ്, അവരെ കൂടെ നിന്നാ ഗുണമുണ്ടാവും. അങ്ങനെ കൂടെ നിന്ന് ഗുണത്തിനല്ല നമ്മള് യുവജനം കഴുതകളെന്ന് അവർ പറയും. പക്ഷെ അങ്ങനെയല്ല അവര് നമ്മൾ വിടുന്നത്. പാവങ്ങളെ സംരക്ഷിക്കുക, പണക്കാരെ സംരക്ഷിക്കേണ്ടെന്നല്ല, അവരെ അതിൻ്റെതായ രീതിയിൽ നോക്കുക. ഭയങ്കര പാടാ നമ്മളെ. കമ്മ്യൂണിസം നശിച്ചു പോകുന്നത് കാണുമ്പോൾ സങ്കടം ഉണ്ട്. അത് ഒരുപാട് സങ്കടമുണ്ട്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇനി ഭരിക്കാൻ ആളില്ലാന്ന് തോന്നുന്നു. പക്ഷെ അച്യുതാനന്ദ സാറിന്റെ ദൂരെയൊക്കെ ഒരുവിധമൊക്കെ നല്ലതായിട്ട്. പിണറായി വിജയനെ കുറിച്ച് എന്താ അഭിപ്രായം? അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനൊന്നും ഞാൻ ആളല്ല. ഭരണം മോശമാണ്, അത്ര പറയും. അദ്ദേഹത്തെ കുറിച്ച് വേറെ നമുക്കൊന്നും പറയാറില്ല.
തിരുവനന്തപുരത്തിന്റെ മേയർ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ സമ്മാനിച്ചതാണ് തിരുവനന്തപുരം, ആര്യ രാജേന്ദ്രൻ. അതാണ് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും നഷ്ടം. ഇപ്പൊ ഇത്രയും വരാൻ കാരണം ആ കൊച്ചിനെ പിടിച്ച്, ഒന്നും അറിഞ്ഞൂടാത്ത കൊച്ചിനെ പിടിച്ചാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതിനെ കുറിച്ച്. പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് എന്തോ ഒരു ഡമ്മിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ളൊരു അഭിപ്രായമാണ്. വലിയ ബുജികളുടെ കാര്യം അറിയില്ല. നമുക്കറിയാം പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇഷ്ടികയുടെ പേരിലൊക്കെയാണ് ഈ അഴിമതി നടത്തിയത്. നമുക്ക് പൊങ്കാലയ്ക്ക് അത്രത്തോളം തിരുവനന്തപുരത്തുകാർക്ക് ജീവനായി നിൽക്കുന്ന കാര്യങ്ങളല്ലേ. പൊങ്കാലയുടെ കാര്യത്തിലും അതുമല്ല ശബരിമലയുടെ കാര്യത്തിലായാലും പിണറായി സാറ് അതൊക്കെ അങ്ങനെ നമ്മൾ ദൈവങ്ങളെ അതേസമയം വേറൊരു കാസ്റ്റിന്റെ ജാതിയിൽ പോയി ഇവര് ദൈവങ്ങളെ തൊട്ട് കളിക്കുമോ? ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് പോവോ? ഇല്ല. മുസ്ലിങ്ങളുടെ തൊട്ട് കളിക്കുമോ? എന്തുകൊണ്ട് ഹിന്ദുക്കളെ ഇവർ വേട്ടയാടുന്നത്? എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ദൈവങ്ങളെ മാത്രം ഇവർ വേട്ടയാടുന്നത്? അതാണ് ചോദിക്കുന്നത്. ഇവർ വേറെ ഒരു ജാതിക്കാരത്ത് പോകാറില്ല. അവർ നല്ല പണി കൊടുക്കും. 8ന്റെ അല്ല 16ന്റെ പണി കൊടുക്കും അവർക്ക് ഉറപ്പായിട്ടും. അത് ഈ ഹിന്ദുക്കളെ ഇങ്ങനെ ഇവര് വേട്ടയാടുന്ന എന്തുകൊണ്ട്? അതിന് നമ്മൾ മറുപടി കൊടുക്കണം. അമ്പലത്തിലെ പൊങ്കാല വരുമ്പോ ആറ്റുകാല് വരുമ്പോ അവർ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണേ? ഈ അയ്യപ്പനെ തൊട്ട് കളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നാ? അങ്ങേർക്ക് എന്തിന്റെ കേടാ? ഏതോ ഒരു പെണ്ണ് കയറി പോയി തൊഴുന്നു. അവരെ ഒക്കെ മോശമായ കാര്യമാണ്. അതിനൊക്കെ ഒരു പ്രതിഫലനമല്ലേ ഇപ്പൊ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ? തീർച്ചയായിട്ടും ഞാനൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു. ഭഗവാനെ തൊട്ട് കളിച്ചോണ്ടാ ഇത്രയും ഒന്നും. പിന്നെ അടുത്തിട്ട് പിണറായി വരുമോ എന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ബാധിക്കില്ലേ ഇലക്ഷൻ? പക്ഷെ ഞാൻ സത്യമായിട്ട് പറയണേ, ഈ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു വോട്ട് വിടാൻ പോയിട്ടില്ല പിണറായി വിജയന്. ഒരു കാരണം കഷ്ടകാലത്തിന് നമ്മൾ പോയാലേ മറ്റൊരു പാർട്ടിക്ക് ഇടാൻ തോന്നില്ല. കൊച്ചിലെ കേട്ട് വാർന്ന കമ്മ്യൂണിസ്റ്റ് അല്ലേ. ഇനിയിപ്പോ തിരുവനന്തപുരത്ത് എന്തായിരിക്കും ഒരു സാഹചര്യം നല്ലതാവും തോന്നുന്നു. നല്ലതാണല്ലോ ഈ പാവങ്ങളെ രക്ഷപ്പെടുത്തുക. അത്രേ ഉള്ളടാ. ഒരുപാട് പാവങ്ങളാകട്ടാ നമ്മുടെ ഓരോരുത്തർ നോക്കുമ്പോൾ ഈ വിഷയ്ക്കിരിക്കുന്നവര് എന്തിനാ അവര് വിഷയ്ക്കിരിക്കുന്നേ? അവരെയൊക്കെ ഒന്ന് സംരക്ഷിച്ചുകൂടെ? ഉള്ളവൻ്റെ കുറച്ച് വാങ്ങിച്ചെങ്കിൽ ഇവർക്ക് ഈ പാവങ്ങളെ സംരക്ഷിച്ചുകൂടെ? നമ്മൾ അത്രേ പറയുന്നുള്ളൂ. പാവപ്പെട്ടവരൊന്നും പട്ടിണിയില്ലാതെ ഒരു വാടക കൊടുക്കാത്തൊരു വീട്ടിലോട്ട് അവരെ മാറ്റുക, അത്ര നമ്മൾ ആഗ്രഹിക്കും. ദുർഭരണം 10 വർഷമായിട്ട് 9 വർഷമായിട്ട് LDFന്റെ ദുർഭരണത്തിന് കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധതയുള്ള ജനങ്ങൾ തൂത്തെറിഞ്ഞു. അതാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് BJPയുടെ ഒരു വിജയമായിട്ട് കാണാൻ പറ്റില്ല. ഭരണവിരുദ്ധ വികാരം BJPക്ക് തുണയായി എന്നാണ് കൃത്യമായിട്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന രാജേന്ദ്രനെ അവര് ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലല്ലോ. അവരാണല്ലോ 5 വർഷക്കാലം ഇവിടെ മേയറായിരുന്നത്. അല്ല, ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുർഭരണത്തിന്റെ ഒരു വികാരമാണ് നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അപ്പൊ നല്ലതായിരുന്നോ? അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല. പിണറായി വിജയന്റെ ദുർഭരണത്തിന് ഉള്ള തിരിച്ചടി. ശബരിമല വിഷയം നമ്മൾ ശബരിമല വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്കും പ്രവർത്തകർക്കും ഒക്കെ മനസ്സിലാവുമല്ലോ, ചാനൽ പ്രവർത്തകർക്കൊക്കെ. അത്തരത്തിൽ വിശ്വാസികളുടെ എല്ലാ വിശ്വാസങ്ങളെയും ഹനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടി ഇപ്പോഴൊന്നും തുടങ്ങിയതല്ലല്ലോ ഇടത് സർക്കാർ. നിർത്തുന്ന പരിപാടിയും കാണുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ പോലും ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയാണ്. ഉറപ്പാണത്. അതിലൊരു സംശയവുമില്ല. ഒരു സംശയവുമില്ല. കഴിഞ്ഞ ഭരണത്തിൽ നമുക്ക് വലിയ ഒരു തൃപ്തി ഇല്ല. കാരണം ഇപ്പൊ വരുന്ന ഭരണത്തിനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മള് അവർക്ക് ഈ കേരളം അവര് രക്ഷപ്പെട്ടു പോകുന്നതല്ലാതെ അവര് അവരുടെ ഫാമിലിനെയാണ് അത് നോക്കുന്നത്. അവര് നമ്മളെപ്പോലെ പാവപ്പെട്ടവരൊന്നും അവർ നോക്കുന്നില്ല. പ്രത്യേകിച്ച് ഓട്ടോ ഫീൽഡിൽ നിൽക്കുന്ന നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവര് നമുക്ക് തരുന്നുണ്ട്. കാരണം ഓട്ടോ കൊണ്ട് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് ഒരിടത്തുനിന്ന് ഓട്ടോ എടുക്കാൻ പറ്റത്തില്ല. എല്ലായിടവും നോ പാർക്കിംഗ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എന്നാൽ നമ്മൾ റോഡ് ടാക്സ് എല്ലാം അടച്ചാണ് നമ്മൾ വണ്ടി ഓടുന്നത്. എന്നാൽ പോലും നമുക്ക് ജീവിക്കാൻ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. പക്ഷെ അതുപോലെ അവർ തടസ്സപ്പെടുത്തുന്ന രീതിക്കാണ് എല്ലാ ഭരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏത് ഭരണം കൊള്ളാമെന്ന് നമുക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. BJP 45 വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നഗര വികസനം ഇവിടെ ഒരു മഴ പെയ്താൽ തന്നെ ഇവിടെ എല്ലാം വെള്ളം കിട്ടും. ഈ കിഴക്കേക്കോട്ടയായാലും തമ്മാനൂരായാലും അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഈ പറയും പോലെ ഈ പല ഫണ്ടുകൾ പറഞ്ഞൊക്കെ കേന്ദ്രം കൊടുക്കുന്നതല്ല ഇവർ വകമാറ്റി ചിലവഴിക്ക്. പട്ടികജാതിക്കാരുടെ ഫണ്ടുകൾ ഒരു കാശ് പോലും അവർക്കൊന്നും കൊടുക്കത്തില്ല. അങ്ങനെ ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഫണ്ടുകൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ജനവികാരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.
തിരുവനന്തപുരത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം കേന്ദ്രത്തിന്റെ ഇപ്പൊ അമൃത് പദ്ധതി പോലെയുള്ള ഒരുപാട് പദ്ധതികളുടെ ഗുണങ്ങള് തിരുവനന്തപുരത്തിന് കിട്ടിയിട്ടും പേര് മാറ്റി പോവുകയും അല്ലെങ്കിൽ കൃത്യമായി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരില്ലേ BJP? പിന്നെ അവർ വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പം പുതിയ തലമുറ, നമ്മളെപ്പോലത്തെ പഴയ ആൾക്കാരല്ലെങ്കിലും പുതിയ ദീർഘവീക്ഷണമുള്ള ചെറുപ്പക്കാരില്ല ഇന്ന്. പഴയ മേയറെ കുറിച്ച് എന്താ അഭിപ്രായം? പഴയ മേയറെ കുറിച്ച് അഭിപ്രായം എല്ലാവർക്കും അറിയാലോ. ഒരുപാട് അഴിമതിയും കാര്യങ്ങളും നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതല്ലേ, ന്യൂസിലൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിജയം NDAക്ക് കിട്ടിയത്. പിണറായി വിജയനെ കുറിച്ച് എന്താ പറയുന്നത്? എല്ലാരും അഴിമതിക്കാരി തന്നെ, നല്ലൊക്കെ പറയുമ്പോൾ ആരുമില്ല. പ്രതിപക്ഷം എങ്ങനെയുണ്ട്? പ്രതിപക്ഷവും ഈ പറയും പോലെ ഇവര് ഒരു നാണയത്തിന്റെ 2 വശങ്ങളല്ലേ, അതുകൊണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഇപ്പൊ മോദിജിയുടെ ഭരണമാണ് എപ്പോഴും BJPയെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ആകർഷിക്കുന്നതിൽ വലിയൊരു ഘടകമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ചേട്ടൻ എങ്ങനെയായിരുന്നു നോക്കിക്കാണുന്നത്? നല്ല ഭരണമാണ്, അഴിമതിയില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തിൽ ഇത്രയും ഇപ്പം 10-11 വർഷം 3-ാം തവണയിലേ ഇരിക്കുന്നത്, ഒരു അഴിമതിയില്ല. ഒരുപാട് പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടിയായാലും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് നല്ല അഭിപ്രായമാണ്. അതിനൊരു പ്രതിഫലനം തിരുവനന്തപുരത്തും ഇപ്പം അതിന്റെ ഒരു കാറ്റ് വീശിയിട്ടുണ്ട്. അതിന്റെ മാറ്റമാണ് ഇപ്പം കാണാൻ അനന്തപുരിയിൽ വിജയിച്ചു കയറിയ BJP സർക്കാരിൽ ഏറെ പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ഓരോരുത്തരും. പുതിയ മാറ്റങ്ങൾ തങ്ങളുടെ നാട്ടിലേക്ക് എത്തുമെന്നും വലിയ വലിയ വികസനങ്ങൾ എത്തിപ്പെടുമെന്നുമുള്ള വലിയ വിശ്വാസം തിരുവനന്തപുരത്തെ ഓരോ നിവാസികളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും എന്തൊക്കെ മാറ്റങ്ങളാണ് അനന്തപുരിയുടെ മണ്ണിൽ ഇനി നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ഒപ്പം ഒരുമിച്ചിരുന്ന് നോക്കിക്കാണാം.